മനുഷ്യൻ ഇപ്പോൾ ഫേമസ് കുട്ടികളൊക്കെ നമ്മൾ ഈ കൊറോണ കാലത്ത് എല്ലാവരും യൂട്യൂബ് തുടങ്ങിയാലോ അല്ലേ? എല്ലാവർക്കും യൂട്യൂബ് എന്തായെന്നാവും. പിന്നെ കാണുന്ന കല്യാണത്തിനും തക്കാരത്തിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്ത് മോനെ എൻ്റെ ചാനലിൽ അങ്ങനെ കാണുമ്പോൾ എവിടെ എത്തിയെന്നറിയില്ല. ചെറിയോരും വലിയവരും ഈ സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് പറഞ്ഞാൽ അതൊരു അസുഖമാണ്. ചെറിയ കുട്ടികളെ നമ്മൾ അവരെ പറ്റി പറയില്ല, അവർക്ക് അറിയില്ലല്ലോ. വലിയവരിത് പറയാണ്, വിവരമുള്ളവർ. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. അതാവശ്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തോളും, കാണേണ്ടവർ കണ്ടോളും. നമ്മളത് പറഞ്ഞ് കെഞ്ചിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കിട്ടാൻ ആഗ്രഹം ഉണ്ടാകുമ്പോഴല്ലേ നിങ്ങളങ്ങനെ പറയുള്ളൂ. അതിൻ്റെ വഴിക്ക് വിടിൻ, കാണുന്നോല് കണ്ടോട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നുന്നോല് നിങ്ങൾ എത്ര പറഞ്ഞാൽ ആ തോന്നാത്തവൻ ചെയ്യൂല. പിന്നെ എന്തിനാ പറയേണ്ട കാര്യം? ക്വാളിറ്റി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്തെന്ന് വരും അല്ലേ? ക്വാളിറ്റി ഇല്ലേ ആരും ചെയ്യൂല. അപ്പം പിന്നെ എന്തിനാ ഈ പറയുന്നത്? ഫെയിം കിട്ടണം, അറിയപ്പെടണം, അല്ലെങ്കിൽ അതിൻ്റെ വരുമാനം എടുക്കണം, ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നവരാ. ഒരു മനുഷ്യൻ്റെ ദീൻ ചെന്നായ ആട്ടിൻപറ്റങ്ങളെ കടിച്ചു പറിക്കണ പോലെ നിങ്ങളുടെ ദീനിനെ ഇത് കടിച്ചു പറിക്കും. അതുപോലെ എന്നല്ല, അതിനേക്കാൾ എന്നാണ് ഹബീബാ നബി ഞങ്ങൾ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത് പണ്ഡിതന്മാരും ഉസ്താദുമാരും മുതഅല്ലിമീങ്ങളും സാധാരണക്കാരും പണക്കാരും കഴിവുള്ളവരും ചാനലുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ദീനിനെ നശിപ്പിച്ചു കളയുന്നതാണ്. അത് സ്വാലിഹായ ഒരു മനുഷ്യൻ്റെ ചിന്തകളിൽ വരാൻ പാടുള്ളതല്ല.